ഹലോ, ഇന്ന് നമ്മൾ ഒരു ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കണേന്ന് കാണിക്കാൻ, അതിൻ്റെ ഡിസൈൻസ് കാണിക്കാനൊക്കെ. അപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞേക്കുന്നത് ക്രോസ് സ്റ്റിച്ച് ഒരു പ്ലെയിൻ സാധാ നോർമൽ മെറ്റീരിയലിൽ എങ്ങനെ തയ്ക്കാമെന്ന്. സാധാരണ നമ്മൾ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുന്ന അതിൻ്റേതായ ഒരു മെറ്റീരിയലുണ്ട്, ക്രോസ് സ്റ്റിച്ച് മെറ്റീരിയലുണ്ട്, ഫാബ്രിക് കിട്ടും, അതിലാണ് നമ്മൾ തയ്ക്കാറ്. നോർമൽ തുണിയിൽ നമ്മൾ തയ്ക്കാറില്ല. അതെങ്ങനെ തയ്ക്കുന്നത് ആർക്കും പണ്ട് അങ്ങനെ അതിന് തയ്ക്കാനുള്ള മെറ്റീരിയലും അവൈലബിൾ അല്ലായിരുന്നു ഈ നോർമൽ തുണിയിൽ തയ്ക്കാനായിട്ട്. അപ്പം ഇപ്പോൾ നമുക്ക് അങ്ങനെ നോർമൽ തുണിയിൽ തയ്ക്കാനായിട്ട് ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെ ഇരിക്കും ആ മെറ്റീരിയൽ. ഇങ്ങനെ വയർ മെഷ് പോലെ തന്നെ ഇങ്ങനെ നെറ്റായിട്ട് ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ഇത് തുണിയുടെയാണ്, ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും അവൈലബിൾ ആണ്. മാർക്കറ്റിൽ നൂലും സൂചിയൊക്കെ മേടിക്കുന്ന കടയിൽ ഇതും അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, എല്ലാവരും കയറി നോക്കുക. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാ നോർമൽ തുണിയിൽ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഡിസൈൻ എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ എവിടെയാണ് നമുക്ക് ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ തയ്ക്കുകയാണ്. എന്നിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ ക്ലോത്ത് ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ദിവസവും പറയുന്ന സെയിം ഡയലോഗ് ഒരിക്കൽ കൂടി പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&Aയുടെ. അപ്പോൾ എന്നോട് ചോദിച്ചറിയാനുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഞാനൊരു Q&Aയുടെ ഒരു എപ്പിസോഡ് തന്നെ വെക്കുന്നുണ്ട്. അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന തുണി. ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് വലിയ മെഷർമെൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തൊട്ടടുത്തുള്ള ലോക്കൽ കടയിൽ നോക്കുക. കിട്ടിയില്ല, ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ കയറി നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡിസൈൻ കുഞ്ഞിതാണെങ്കിൽ കുഞ്ഞിതായിട്ട് ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ്റെ അനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെക്കുക തുണിയായിട്ട്. അപ്പോൾ നമുക്ക് അത് തയ്ക്കണം എങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞ് ഡിസൈനാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തയ്ക്കുമ്പോൾ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നെറ്റ് നീങ്ങും. അതുകൊണ്ട് 4 സൈഡിലും സൂചിയോ പിന്നോ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതിപ്പം അതുപടി ഇരുന്നോളും, നീങ്ങത്തില്ലല്ലോ തയ്ക്കുമ്പോൾ. അതുകൊണ്ട് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി 4 സൈഡും വലിച്ച് സൂചി ഒന്ന് കുത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡിസൈനാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ട്യൂലിപ്പ് ഫ്ലവറാണ് ഞാൻ ആദ്യം തയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ഡിസൈനിൽ നോക്കുമ്പോൾ അറിയാം താഴത്തെ 3 ക്രോസാണ് കാണുന്നത്. അപ്പം താഴത്തെ 3 ക്രോസാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ ബോക്സിൽ നിന്ന് അടുത്ത ബോക്സിലോട്ട് ഇനി നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ വന്നിട്ട് ഇതിൻ്റെ താഴത്തോട്ട് ഇപ്പോൾ ക്രോസ് വരാനായിട്ട് ഇങ്ങനെ. ഇപ്പോൾ ഒരു ക്രോസായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്രോസ് ഇവിടുന്ന് ഇങ്ങനെ തയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഒരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് പോകും. അപ്പം നമ്മൾ ഈ ആദ്യം താത്തിയ ക്രോസിൻ്റെ ആ ത്രെഡിൻ്റെ അവിടുന്ന് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് അടുത്ത ബോക്സിലോട്ട് ഇതുവരെ തന്നെ. പിന്നെ നമ്മൾ ക്രോസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്ക്കുന്നു. താഴത്തെ ഇതിൻ്റെ ഇവിടെ ഈ ത്രെഡിൻ്റെ ഇവിടുന്ന് ഇപ്പം നമ്മൾ 2 ക്രോസ് തയ്ച്ചു. ഇനി ഒരു ക്രോസും കൂടെ തയ്ച്ചാൽ മതി ആ ഡിസൈനിൽ കാണിച്ചു വരെ വരാനായിട്ട്. ആ ഡിസൈനിൽ 3 ക്രോസ് ആ താഴത്തിൽ കാണിച്ച് നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇത് 3ാമത്തെ ക്രോസായി. നമ്മളെപ്പോഴും ഡിസൈനിൻ്റെ ഇതിൽ കൗണ്ട് ചെയ്ത് വേണം ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ. ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ താഴത്തെ ഒരു ലെയർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. 3 ക്രോസായി.
അപ്പം നമ്മൾ താഴത്തെ ഇത് കഴിഞ്ഞു, ഇനി മേളിലോട്ട് പോവുകയാണ്. അപ്പം മേളിൽ 5 ക്രോസാണുള്ളത്. അപ്പോൾ ഒരു കോളം കൂടുതൽ വേണം 2 സൈഡിലും. അപ്പം നമ്മൾ മേളിലോട്ട് പോവുകയാണ്. കൃത്യം ആ സ്ഥലത്ത് നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് തീരെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് തയ്ച്ച സാരിയിലൊക്കെ തയ്ച്ച നല്ല ഭംഗിയായിരിക്കും. റോസാപ്പൂവൊക്കെ തയ്ച്ച നല്ല ഭംഗിയായി വരും. സാധാരണ നമ്മൾ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് അതിൻ്റെ ഫാബ്രിക്കിൽ തയ്ക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു മെഷ് ഉള്ളത് കൊണ്ട് നമുക്ക് 2ഓ നോർമൽ തുണിയിൽ തയ്ക്കുന്നതുകൊണ്ട് 2ഓ 3ഓ എത്ര സ്ട്രാൻഡ്സ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്ര സ്ട്രാൻഡ്സിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ 5 ക്രോസ് ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി മേളിൽ മുതൽ ഡിസൈനിൽ കാണിച്ചേക്കുന്ന 7 ആണ്. 7 ക്രോസ് ഉണ്ട്. ഇപ്പം മേളിലോട്ട് നമ്മൾ പോവുകയാണ് 7 ക്രോസ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൗണ്ടിങ് തെറ്റിപ്പോകരുത്. കൗണ്ടിങ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ആ കൂടെ മാറി പോകും. അപ്പോൾ എപ്പോഴും കൗണ്ടിങ് കറക്റ്റായിരിക്കണം. ക്രോസ് എന്തോരോ തയ്ക്കണ്ടേ, എങ്ങോട്ടാണ് നീക്കണ്ടേ എന്നുള്ളതൊക്കെ ഓരോ ബോക്സസും കൗണ്ട് ചെയ്ത് വേണം തയ്ക്കാൻ. ഇങ്ങനെ കാണിച്ചേക്കുന്ന ഡിസൈനിൽ ഇതുപോലെ 7 ക്രോസസ് ഉള്ള 5 ലെയേഴ്സ് ഉണ്ട്. 5 ലെയേഴ്സ് നമ്മളിതുപോലെ 7 ക്രോസസ് വെച്ച് തയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 7 ക്രോസസ് തയ്ച്ച് കഴിഞ്ഞു. ഇനി മേളിലോട്ടും ഇതുപോലെ തന്നെ 7 ക്രോസ് വേണം. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ളൂ. ഇതുവരെ 5 ലെയേഴ്സ് 7 ക്രോസ് വെച്ച് തയ്ക്കുക. ഇപ്പം നമ്മൾ 5 ലെയേഴ്സ് ഈ 7 ക്രോസസ് ഉള്ളത് 5 ലെയേഴ്സ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈനിൽ നോക്കുമ്പോൾ കാണാം, ഇവിടെ 2 എണ്ണം ഈ ക്രോസിൻ്റെ ഇവിടെയും പുറത്തോട്ട് 1 എണ്ണം ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ 2 എണ്ണം, പിന്നെ നടുക്ക് 3 എണ്ണമാണ് ഡിസൈനിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് 2 ക്രോസ് വേണ്ടത്. അതിപ്പോൾ നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 2 ക്രോസ് കഴിഞ്ഞു. ഇനി ഒരു ബോക്സ് വിട്ടിട്ട് അടുത്തതിൽ 3 എണ്ണം, ഇനി 3 ക്രോസാണ് വേണ്ടത്. ഒരു ബോക്സ് വിടണം. അപ്പോൾ ഈ ബോക്സ് വിട്ടിട്ട് വേണം നമുക്ക് തയ്ക്കാൻ. 1 2 3 അങ്ങനെ വേണം തയ്ക്കാൻ.
ഇനി ഈ സൈഡിൽ നമുക്ക് തയ്ക്കാം. ഒരെണ്ണം വിട്ടിട്ട് അടുത്ത ക്രോസ്. ഇനി ഈ മൂന്ന് ക്രോസ് തയ്ച്ചതിൻ്റെ മേളിൽ ഒരു ക്രോസാണ് ഉള്ളത് ഡിസൈനിൽ. അതുവരെ നമുക്ക് അതിൻ്റെ മേളിൽ ഒരു ക്രോസ് തയ്ക്കാം. അപ്പം നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെമ്മും ലീഫുമാണ് തയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ട്യൂലിപ്പ് ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു. ഇനി താഴത്തോട്ട് സ്റ്റെം തയ്ക്കുന്നത് ഈ 3 ക്രോസിൻ്റെ നടുക്കത്തെ ക്രോസിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് 9 ക്രോസാണ് സ്റ്റെമ്മിന് ഡിസൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ക്രോസ് തയ്ക്കാം. അപ്പം സെൻറ്ററിലിരിക്കുന്ന ക്രോസിൽ നിന്നാണ് നമ്മൾ തയ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 9 സ്റ്റിച്ചായി. 1 2 3 4 5 6 7 8 സോറി 8 ആയുള്ളൂ, 9 ആവില്ല. ലാസ്റ്റ് 9 ക്രോസസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലീഫ് തയ്ക്കാൻ പോകും. അപ്പം നമ്മൾ ഇനി കൗണ്ട് ചെയ്യണം ലീഫ് എത്ര ബോക്സസ് ലീവ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേന്നുള്ളത്. ഡിസൈനിൽ നോക്കിയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ അറിയാം. ഒരു ക്രോസ് വിട്ടിട്ട് മേളിലോട്ട് ഇവിടെ 5 ക്രോസസാണ് തയ്ക്കുന്നത്. ഈ ഒരു ക്രോസ് മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് ഈ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഡിസൈൻ പാറ്റേൺ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. അതിൽ നോക്കിയാണ് നമ്മൾ തയ്ക്കുന്നത് ഫുള്ളും. പിന്നെ മേളിലോട്ട് 5 ക്രോസ് തയ്ക്കണം. നമ്മൾ 5 ക്രോസ് തയ്ച്ചു കഴിഞ്ഞു. ഇപ്പോൾ 1 2 3 4 5 ക്രോസ് തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പം ആ ഡിസൈനിനകത്ത് ഇവിടെ നിന്ന് ഒരു കോളം വിട്ടിട്ട് ഒരു ക്രോസ് വിട്ടിട്ട് പിന്നെ മേളിലോട്ട് 5 ക്രോസാണ് തയ്ച്ചേക്കുന്നത്. അങ്ങനെ 3 ലെയർ ഓരോ കോളം വിട്ടിട്ട് 3 ലെയർ മേളിലോട്ട് തയ്ക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോളം വിട്ടിട്ട് ഈ ഒരു ക്രോസ് വിട്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ക്രോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് ക്രോസ് തയ്ച്ച് പോയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ ലീഫ് തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും അതുപോലെ തന്നെ ലീഫ് തയ്ക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ കൗണ്ട് ചെയ്യുക എത്ര. ഈ സെയിം ഇതിൽ തന്നെയാണ് അടുത്ത ലീഫ് ഈ സൈഡിലും വരുന്നത്. അപ്പോൾ സെയിം പൊസിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തയ്ക്കാം. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മേലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 ക്രോസ് താഴത്തോട്ട് തയ്ക്കണം, പിന്നെയും 5 ക്രോസ് തയ്ക്കണം. നമ്മുടെ 5 ക്രോസ് ഇവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒരു കോളം വിട്ടിട്ട് അടുത്ത 5 ക്രോസ് നമ്മൾ തയ്ക്കും. അങ്ങനെ നമ്മൾ തയ്ച്ച് ഈ ലീഫും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ ലീഫും തയ്ച്ച് തീരാറായി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണിത്. കുറച്ചധികം സമയം എടുക്കും നമ്മൾ തയ്ച്ച് തീർക്കാനായിട്ട്. ഈ സെയിം ഹോളിൽ കൂടെ തന്നെ കയറ്റും. ആദ്യം തയ്ച്ച് നിർത്തിയ ക്രോസിൻ്റെ ആ സെയിം ഹോളിൽ കൂടെ നമ്മൾ പിന്നെ തയ്ക്കുമ്പം കുത്തിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സമയം എടുക്കും കുറച്ച്. എന്നാലേ നീറ്റായിട്ട് വരുള്ളൂ. ആ സെയിം ഹോളിൽ കൂടെ തന്നെ എടുത്താലേ നീറ്റായിട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ട്യൂലിപ്പ് ഫ്ലവറും അതിൻ്റെ 2 ലീവ്സും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ നെറ്റ് നമ്മൾ ഊരിയെടുക്കണേന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ നെറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൂചികളെല്ലാം ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട്
നമുക്ക് ഇപ്പോൾ ഒത്തിരി ബാക്കിയുണ്ട്, നമുക്കത് ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സിസേഴ്സ് വെച്ച് കണ്ടിച്ച് കളയാം. അപ്പോൾ നമ്മൾ കണ്ടിച്ചു കളഞ്ഞു. ഇനി നമുക്കൊരു നീഡിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വിടിയിച്ചാൽ മതി. ഇങ്ങനെ വിടിയിച്ചെടുത്തേച്ചാൽ മതി. ഈ ഈ ക്രോസിൻ്റെ ഇതില്ലേ, ഓരോ ബോക്സ് ആയിട്ടുള്ളത് ഇങ്ങനെ വിടിയിച്ചാൽ മതി സൂചി വെച്ചിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പോരും. ഫുള്ളും വിടിയിച്ചിട്ട് വേണം വലിക്കാൻ. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെയും കൂടെ വിടിയിക്കാം. എന്നിട്ട് വലിച്ചാൽ എളുപ്പത്തിൽ ഊരിപ്പോന്നോളൂ. എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. രണ്ട് സൈഡിലോട്ടൊന്ന് വലിച്ച് നോക്കുക. കണ്ടോ, ഇതുപോലെ ഊരിപ്പോരും. അപ്പം അതിങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ വിടിയിച്ചെടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എല്ലാ സൈഡിൽ നിന്ന് ഊരിയെടുക്കുമ്പം നമുക്ക് ക്രോസ് സ്റ്റിച്ച് പ്ലെയിൻ തുണിയിൽ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ ഊരിയെടുത്താൽ മതി മുഴുവനും. അപ്പോൾ നമ്മൾ ഫുള്ളും ഊരിയെടുത്തു. അപ്പോൾ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ നല്ല നോർമൽ ക്ലോത്തിൽ നല്ല ഭംഗിയിൽ ക്രോസ് സ്റ്റിച്ച് തയ്ച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ വയർ മെഷ് മേടിച്ചിട്ട് നെറ്റ് മേടിച്ചിട്ട് ഇതുവരെ നോർമൽ ക്ലോത്തിൽ ക്രോസ് സ്റ്റിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചവരുടെയൊക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സാധാരണ നോർമൽ ക്ലോത്തിൽ എങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ച് തയ്ക്കണേന്ന്. അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് മേടിച്ച് നോക്കിയിട്ട് ഈ നെറ്റ് മേടിച്ചിട്ട് എല്ലാവരും നോർമൽ ക്ലോത്തിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.